വന്ദേ ഭാരത് യാത്രക്കാർക്ക് സന്തോഷ വാർത്ത. ഇനി യാത്രക്കാർക്ക് ഏത് സ്റ്റേഷനിൽ നിന്നും കറണ്ട് ടിക്കറ്റ് എടുക്കാം. ദക്ഷിണ റെയിൽവേ വന്ദേ ഭാരത് ട്രെയിൻ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന പുതിയ ക്രമീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇനി മുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് എല്ലാ സ്റ്റേഷനുകളിലും കറണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ലഭ്യമാകും. ഈ പുതിയ സംവിധാനം വഴി ഒരു ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് വെറും 15 മിനിറ്റ് മുമ്പ് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയും. ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലുള്ള 8 വന്ദേ ഭാരത് ട്രെയിനുകളിലാണ് ഈ സൗകര്യം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ഈ പുതിയ മാറ്റം യാത്രക്കാർക്ക് വലിയ രീതിയിൽ പ്രയോജനകരമാകും. കാരണം നിലവിൽ ടിക്കറ്റ് ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ വന്ദേ ഭാരത് പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് മാത്രമേ കറണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ സംവിധാനം അനുസരിച്ച് ട്രെയിൻ കടന്നു പോകുന്ന ഏതൊരു സ്റ്റേഷനിൽ നിന്നും കറണ്ട് റിസർവേഷൻ കൗണ്ടറുകൾ വഴിയും ഓൺലൈൻ വഴിയും ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും. ഇത് അവസാന നിമിഷം യാത്ര ചെയ്യേണ്ടി വരുന്നവർക്കും അപ്രതീക്ഷിത യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കും ഏറെ സഹായകമാകും. പുതിയ സൗകര്യം ലഭ്യമാകുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതെല്ലാം എന്ന് നോക്കാം. ചെന്നൈ സെൻട്രൽ വിജയവാഡ വന്ദേ ഭാരത് എക്സ്പ്രസ്, ചെന്നൈ എഗ്മോർ നാഗർകോവിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്, കോയമ്പത്ത് ബംഗളൂരു കണ്ടോൺമെന്റ് വന്ദേ ഭാരത് എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വന്ദേ ഭാരത് എക്സ്പ്രസ്, മധുര ബംഗളൂരു കണ്ടോൺമെന്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നിവയാണവ. ഈ ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് ലഭ്യതയെക്കുറിച്ച് ഇനി അധികം ആശങ്കപ്പെടേണ്ടി വരില്ല. ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് പോലും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് യാത്ര കൂടുതൽ എളുപ്പമാക്കും. അതേസമയം ഓണക്കാലത്ത് കൂടുതൽ സൗകര്യങ്ങൾ റെയിൽവേ ലഭ്യമാക്കും. ഓണം പ്രമാണിച്ച് യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുന്നതിനും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുർവേദി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തി. രാജാറാണി എക്സ്പ്രസിനും കോട്ടയം എക്സ്പ്രസിനും 2 വീതം അധിക കോച്ചുകൾ അനുവദിക്കും. രാജാറാണി എക്സ്പ്രസിന് ഒരു AC 3 ടയർ കോച്ചും ഒരു ജനറൽ കോച്ചുമാണ് അധികമായി ലഭിക്കുക. കോട്ടയം എക്സ്പ്രസിന് ഒരു AC കോച്ചും ഒരു നോൺ AC കോച്ചും അധികമായി അനുവദിക്കും. ഓണത്തിന് മുമ്പായി ഈ കോച്ചുകളുടെ വർധനവ് നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തിരക്കുള്ള ഓണ സമയത്ത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. മാത്രമല്ല, യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമായ കോട്ടയം എക്സ്പ്രസ് കൊല്ലം വരെ നീട്ടാനും തീരുമാനമായിട്ടുണ്ട്. ഇത് കൊല്ലം ഭാഗത്തുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും. എറണാകുളത്ത് നിന്ന് നിലമ്പൂരിലേക്ക് ട്രയൽ റൺ നടത്തുന്ന മെമു ട്രെയിനും കോയമ്പത്തൂരിൽ നിന്നുള്ള മെമുവും നിലമ്പൂരിലേക്ക് നീട്ടുന്നതിനുള്ള അനുമതിക്കായി ചെന്നൈയിൽ നിന്ന് കാത്തിരിക്കുകയാണ്. ഈ അനുമതി ലഭിച്ചാൽ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് കൂടുതൽ മെമു സർവീസുകൾ ലഭ്യമാകും. നിർമ്മാണത്തിലിരിക്കുന്ന റെയിൽവേ പദ്ധതികളിലും പുരോഗതിയുണ്ട്. നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുമ്പ് തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി ഡിവിഷണൽ മാനേജർ നേരിട്ട് വിലയിരുത്തിയിരുന്നു. കൂടാതെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും ഉടൻ പൂർത്തിയാക്കും. മേലാറ്റൂർ, കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തികളും ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നേരത്തെ അടിപ്പാത കഴിഞ്ഞ ദിവസം ഭാഗികമായി തുറക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം മാറ്റിവെച്ചതെന്ന് കേരള ഡെപ്യൂട്ടി മാനേജർ ഹരിദാസൻ അറിയിച്ചു. ഈ പുതിയ മാറ്റങ്ങളും വികസനങ്ങളും കേരളത്തിലെയും ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള മറ്റ് പ്രദേശങ്ങളിലെയും ട്രെയിൻ യാത്രക്കാർക്ക് കൂടുതൽ സുഖകരവും കാര്യക്ഷമവുമായ യാത്രാനുഭവം നൽകാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.